കോഴിക്കോട് കൂടരഞ്ഞിയിൽ അജ്ഞാത ജീവി കിണറ്റിൽ വീണ സംഭവത്തിൽ ജീവിയെ തിരിച്ചറിയാൻ വനംവകുപ്പ് കിണറ്റിൽ ഉടൻ ക്യാമറ സ്ഥാപിക്കും. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, ഇത് പുലിയാണോ കടുവയാണോ എന്നൊക്കെയുള്ള വലിയ സംശയങ്ങളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താണ് അടുത്ത നടപടി? അനുജ, കൂടരഞ്ഞിയിൽ കിണറ്റിൽ വീണത് ആദ്യം കടുവയെന്നായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അറിയിച്ചിരുന്നത്. അവിടുത്തെ സ്ഥലമുടമയും ആ വീട്ടിൽ താമസിക്കുന്ന ആളും ഒക്കെ ആദ്യം തിരിച്ചറിഞ്ഞത് കടുവ എന്നാണ്. അവരാണ് നേരിൽ കണ്ട ആളുകളും. പിന്നീട് അത് പുലിയാണെന്ന് വനംവകുപ്പ് പറയുന്നു. ഇപ്പോൾ ഏത് ജീവിയാണെന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇനിയിപ്പോൾ ആ കിണറ്റിലേക്ക് ക്യാമറ ഇറക്കാനാണ്, വനംവകുപ്പിന്റെ ക്യാമറ ഇറക്കാനാണ് തീരുമാനം. ഈ ക്യാമറ എന്ന് പറയുമ്പോൾ വനത്തിലൊക്കെ സ്ഥാപിക്കുന്ന തരത്തിലുള്ള ക്യാമറയാണ്. അതായത് ഈ മൃഗങ്ങളുടെ ചെറിയ മൂവ്മെന്റ് പോലും, ഒരു അനക്കമുണ്ടായാൽ പോലും അപ്പോൾ ഫ്ലാഷ് ലൈറ്റ് തെളിച്ചുകൊണ്ട് ആ ചിത്രം ലഭ്യമാക്കുന്ന തരത്തിലുള്ള ക്യാമറയാണ് കിണറ്റിലേക്ക് ഇറക്കാൻ പോകുന്നത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം കിണറ്റിലേക്ക് ആ ക്യാമറ ഇറക്കും. അതിനുശേഷം ഈ കിണറ്റിലേക്ക് ഇറക്കാൻ കഴിയുന്ന കൂടടക്കം എത്തിച്ചുകൊണ്ട് ആയിരിക്കും ഇതിനെ മയക്കുവെടി വെക്കുന്ന നടപടികളിലേക്ക് കടക്കുക. അപ്പോൾ വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഇത് ഏത് മൃഗമാണ് ഈ കിണറ്റിനകത്തുള്ളത് എന്ന് തിരിച്ചറിയണം. അതിനുശേഷം ആ മൃഗത്തിൻ്റെ ഒരു രീതികളൊക്കെ അപഗ്രഥനം ചെയ്ത ശേഷമായിരിക്കും കിണറ്റിലേക്ക് ഗേജ് ഇറക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. തുടർന്ന് ഈ കിണറിനകത്ത് വെച്ച് തന്നെ മയക്കുവെടി വെച്ച ശേഷം മാത്രമേ ഇതിന് മുകളിലേക്ക് കയറ്റൂ. സ്വാഭാവികമായിട്ടും പുലിയോ കടുവയോ ഒക്കെ ആണെങ്കിൽ ഇത്രയധികം സമയം ഒരു കൂടിനുള്ളിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മാളത്തിനകത്ത് കിടക്കുമ്പോൾ അത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രകോപിതരാകാനുള്ള സാധ്യതയുണ്ട്. ഈ പശ്ചാത്തലത്തിൽ മയക്കുവെടി വെച്ച ശേഷം മാത്രമേ മുകളിലേക്ക് കയറ്റൂ എന്ന് വനംവകുപ്പ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മൃഗമാണ് എന്ന് തിരിച്ചറിയുകയാണ്. അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വ്യക്തതയുമില്ല അനുജ. അതായത് മിനിഞ്ഞാന്ന് വൈകിട്ട് 6 മണിയോടുകൂടി ഇത് കിണറ്റിൽ ചാടി എന്നാണ് ആ വീട്ടുടമ പറയുന്നത്. അതൊരു പട്ടിയെ ഓടിച്ചുകൊണ്ട് വരുന്നു, പട്ടി രക്ഷപ്പെടുന്നു, ഈ വന്യജീവി കിണറ്റിലേക്ക് വീഴുന്നു. തുടർന്ന് ഈ സമയം വരെയും ഒരു അനക്കം പോലും അതിനുള്ളിൽ നിന്നുണ്ടായിട്ടില്ല. ഇന്നലെ രാവിലെ 6 മണിക്ക് മുരൾച്ച കേട്ടിരുന്നു. ഈ വീട്ടുടമ ആ മൃഗത്തെ കണ്ടിട്ടുമുണ്ട്. അദ്ദേഹമാണ് കടുവയാണെന്ന് സ്ഥിരീകരിച്ചത്. എന്നാലും അക്കാര്യത്തിൽ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് തന്നെ അല്പസമയത്തിനകം ക്യാമറ സ്ഥാപിക്കും. തുടർന്നായിരിക്കും അടുത്ത നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കുക. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.